നമസ്കാരം. മൈൻഡ് വിഷന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ മുരളി മോഹൻ, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, മൈൻഡ് പവർ ട്രെയിനർ. നല്ല വ്യക്തിത്വം ഉള്ളവരുടെ ലക്ഷണങ്ങൾ, ഒരു ഗുഡ് പേഴ്സണാലിറ്റി എന്തൊക്കെ ലക്ഷണങ്ങളാണ്? അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ഒരു 7 ലക്ഷണങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ പേഴ്സണാലിറ്റി എങ്ങനെയുണ്ട്. ഒന്നാമത്തേത്, നല്ല പേഴ്സണാലിറ്റിക്ക് നല്ല സെൽഫ് കോൺഫിഡൻസും നല്ല സെൽഫ് എസ്റ്റീമും ഉണ്ടാവും. അതായത് നല്ല ആത്മവിശ്വാസം, നല്ല ആത്മാഭിമാനം. ആത്മവിശ്വാസം എന്ന് പറയുമ്പോൾ സ്വന്തം കഴിവിലുള്ള വിശ്വാസം, അത് നല്ലപോലെ ഉണ്ടാവും. അതുപോലെ നല്ല ആത്മാഭിമാനം, സെൽഫ് റെസ്പെക്ട്, സെൽഫ് എസ്റ്റീം, സ്വന്തം ക്വാളിറ്റിയിൽ, സ്വന്തം പ്രവർത്തനത്തിൽ നല്ല അഭിമാനബോധം ഉണ്ടാവും. രണ്ടാമതായിട്ട്, നല്ല പേഴ്സണാലിറ്റിക്ക് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഒരു പോസിറ്റീവ് മനോഭാവം. ഏത് കാര്യമായാലും, നല്ലത് വന്നാലും ചീത്ത വന്നാലും ഒരുപോലെ അതിനെ സ്വീകരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പോസിറ്റീവും നെഗറ്റീവുമായ കാര്യങ്ങളെ ഒരേ മനസ്സോടെ സ്വീകരിക്കുന്നു, അതിൻ്റെ പോസിറ്റീവ് സൈഡ് കാണുന്നു. പരാജയങ്ങളുടെ മുമ്പിൽ പതറിപ്പോകാതെ മുന്നോട്ട് പോകുന്നു. സംഭവിക്കുന്ന എല്ലാം നല്ലതിനാണെന്നുള്ളൊരു ധൈര്യം, ഒരു മനോവിചാരത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ളൊരു കഴിവ്. അതാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് മനോഭാവം. മൂന്നാമതായിട്ട്, ക്രൈസിസ്, ജീവിതത്തിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ, കടുത്ത പ്രതിസന്ധികളിലും പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പതറിപ്പോകാതെ മുന്നോട്ട് കുതിക്കാനുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള ഒരു കഴിവ്. അപ്പോൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, പ്രതിസന്ധി ഉണ്ടാവും. ചിലർ ആ സമയത്ത് ആകെ നിരാശരാകുന്നതും ഡിസപ്പോയിൻമെന്റ് ആവുന്നതൊക്കെ കാണാൻ പറ്റും. പക്ഷെ ഒരു നല്ല പേഴ്സണാലിറ്റി കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും. അതുപോലെ കറക്റ്റായിട്ട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള കഴിവ്. ഇവയാണ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. പ്രശ്നങ്ങൾ അതിൻ്റെതായ രീതിയിൽ സോൾവ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. അതുപോലെ യഥാർത്ഥ തീരുമാനങ്ങൾ, ഓരോ സമയത്ത് എടുക്കേണ്ട തീരുമാനങ്ങൾ കൃത്യമായിട്ട് എടുത്ത് പ്രശ്നങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു നല്ല വ്യക്തിത്വമുള്ള ആളിന് ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു കഴിവുണ്ടാവും. പ്രതിബന്ധങ്ങളെയൊക്കെ തരണം ചെയ്ത് ഒരു വിജയത്തിലേക്ക് തന്നെ കുതിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് മറ്റുള്ളവരുടെ കമൻസിന് റെസിസ്റ്റൻ്റ് ആയിരിക്കുക. അതായത് മറ്റുള്ളവർ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അഡ്വൈസായിട്ട് കമൻറ്റ് ചെയ്യും, ചിലപ്പോൾ അവർ വിമർശിക്കും, ചിലർ കുറ്റം പറയും, ചിലർ നമ്മളെ താഴ്ത്തിക്കെട്ടി സംസാരിക്കും, ചിലർ കളിയാക്കും. അപ്പം മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും ഇത് അവരുടെ അഭിപ്രായമാണ്, എനിക്കിതൊന്നും ബാധകമല്ല, എനിക്ക് മനസ്സിന് ശരിയും തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും. ഇതായിരിക്കും ഒരു നല്ല പേഴ്സണാലിറ്റി ഉള്ള ആളിൻ്റെ ലക്ഷണം. അവർ മൈൻഡ് ചെയ്യത്തില്ല, മറ്റുള്ളവരുടെ വർത്തമാനങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കത്തില്ല. ഹാവ് റെസിസ്റ്റൻസ് ടു അതേഴ്സ് കമൻസ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും ഒരു കമൻസിനും ഒക്കെ നമുക്ക് നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഇതാണ് മറ്റൊരു ലക്ഷണം. അതായത് നല്ല കഴിവുള്ള ആളുടെ കഴിവ് കണ്ടു കഴിഞ്ഞാൽ ഏതൊരാളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ഒരു മടിയില്ല, അവരെ നല്ലതുപോലെ പ്രശംസിക്കും. അപ്പോൾ നല്ല പേഴ്സണാലിറ്റിക്ക് മാത്രമേ മറ്റുള്ളവരെ പ്രശംസിക്കാൻ പറ്റൂ, അവരുടെ കഴിവുകളെക്കുറിച്ച്. എന്നിട്ട് അവരുടെ തിന്മകളും അവരുടെ മോശമായിട്ടുള്ള വശങ്ങൾ കാണത്തുമില്ല, അതിനെ വിമർശിക്കുന്നത് കുറവായിരിക്കും. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞാലും അവർക്ക് വിഷമം ഉണ്ടാകാതെ ഹർട്ട് ചെയ്യാതെ പറയും. എപ്പോഴും അവരുടെ നല്ല വശങ്ങൾ, മറ്റുള്ളവരുടെ കഴിവുകൾ, അവരുടെ നല്ല പ്രവർത്തനങ്ങൾ, അതിനെ മാക്സിമം അപ്രീഷിയേറ്റ് ചെയ്യും. അതുപോലെ മറ്റൊരു സവിശേഷതയാണ് സ്വന്തം തെറ്റുകുറ്റങ്ങൾ അംഗീകരിക്കും. എൻ്റെ ഭാഗത്തൊരു തെറ്റ് പറ്റി, എനിക്കൊരു അബദ്ധം പറ്റി, അതെൻ്റെ തെറ്റാണ്, ഇത് അംഗീകരിക്കാൻ ഒരു മടിയില്ല നല്ല പേഴ്സണാലിറ്റികൾക്ക്. അതേസമയം നല്ല പേഴ്സണാലിറ്റി അല്ലെങ്കിലും സ്വന്തം തെറ്റ് ആരുടെയെങ്കിലും ഒക്കെ തലയിൽ വെച്ച് കിട്ടും, മറ്റുള്ളവരുടെ പുറത്ത് വെച്ച് കിട്ടിയിട്ട് എൻ്റെ കുഴപ്പമല്ല, ഇത് അവരുടെയൊക്കെ കുഴപ്പമാണ്, ഇത് മറ്റുള്ളവരുടെ കുഴപ്പമാണ്, നിന്റെ കുഴപ്പമാണ്, ഇത് ആരുടെയെങ്കിലും ഒക്കെ പുറത്ത് ചാരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ നല്ല പേഴ്സണാലിറ്റി ആണെങ്കിൽ ഇത് എൻ്റെ തെറ്റാണ്, എനിക്ക് അബദ്ധം പറ്റിയതാണ്, എനിക്ക് ബോധ്യമുണ്ട്, അത് ഏറ്റെടുക്കാൻ ഒരു മടിയും ഉണ്ടാവില്ല. അടുത്ത ഒരു ലക്ഷണം, 6ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് സ്വന്തമായ അഭിപ്രായം ഉണ്ടായിരിക്കും. ഏത് കാര്യത്തിന് സ്വന്തമായ അഭിപ്രായം ഉണ്ടായിരിക്കും. മറ്റുള്ളവർക്ക് തട്ടിക്കളിക്കാനുള്ള ഒരു ഫുട്ബോൾ ആവത്തില്ല, ഫ്ലെക്സിബിൾ ആവത്തില്ല. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ട ശേഷം ഒരു നല്ല പേഴ്സണാലിറ്റി ഓരോ കാര്യത്തിലും സ്വന്തം തീരുമാനം, സ്വന്തം അഭിപ്രായം വെട്ടിത്തുറന്ന് പറയും. അതെവിടെയും പറയുകയും ചെയ്യും, വ്യക്തമായിട്ട് പറയുകയും ചെയ്യും. അല്ലാതെ മറ്റുള്ളവരുടെ താളത്തിന് തുള്ളുന്ന പരിപാടിയില്ല. അവർക്ക് വ്യക്തവും സ്പഷ്ടവുമായ അഭിപ്രായം ഉണ്ടാവും. അവസാനത്തെ 7ാമത്തെ ഒരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് സ്വന്തം വാക്കും സ്വന്തം പ്രവൃത്തിയായിട്ടുള്ള അന്തരം കുറവായിരിക്കും. അതായത് വാക്കിനനുസരിച്ചായിരിക്കും പ്രവൃത്തിയും. പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറയും, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. അവർ വെറുതെ വാക്കുകൾ പറയത്തില്ല, വാക്കുകൾ പറഞ്ഞാൽ അത് പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ വാക്കും പ്രവൃത്തിയും തമ്മിലൊരു ഹാർമണി. കാരണം അവരുടെ വാക്കിന് വിലയുണ്ട്. ഒരു വാക്ക് പറയുമ്പോൾ അത് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും, ചെയ്യാൻ പറ്റുന്നത് മാത്രമേ പറയൂ, അതുപോലെ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുകയും ചെയ്യും. ഈ 7 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഒരു നല്ല പേഴ്സണാലിറ്റിക്ക് വേണ്ട ലക്ഷണങ്ങൾ. ഇത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എത്രമാത്രം. ഇനി ഇത് നിങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ നമുക്ക് പേഴ്സണാലിറ്റി എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം. അതുവരെ താങ്ക് യു.